ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് IRCTC കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.6% ഉയർന്ന് 929 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 74,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 62.66, ഡിവിഡൻഡ് yield 0.7%, 52 വീക്ക് ഹൈ 1138, 52 വീക്കിലോ 635. പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ LIC IRCTCയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. റീസെൻ്റ്ലി 2% സ്റ്റേക്കാണ് LIC IRCTCയുടെ അക്വയർ ചെയ്തത്. ഇതുവഴി IRCTCയിലുള്ള LICയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.2% നിന്നും 9.2% ഉയർന്നു. ഇത് IRCTCയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് കൂടിയാണ്. IRCTCയുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 77%, പ്രോഫിറ്റ് ഗ്രോത്ത് 94%, ROE 42%. 52 വീക്ക് ഹൈ 1148, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിൽ ലഭിക്കുകയും ചെയ്യുന്നു. പ്രൊമോട്ടേഴ്സിന് 62.4% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 7.78, DISന് 13.7, പബ്ലിക്കിന് 16% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. 3070 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 60 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. IRCTC എന്ന സ്റ്റോക്ക് ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. കഴിഞ്ഞ 5 ആഴ്ചയായി സ്റ്റോക്ക് 925 എന്ന സപ്പോർട്ടിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് പ്രൈസിനടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അക്കുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീസൻ്റ് റിസ്ക് റിവാർഡ് റേഷ്യോ ലഭിക്കുകയും ചെയ്യും. IRCTCയെ സംബന്ധിച്ചിടത്തോളം 900 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടും 880 സ്ട്രോങ് സപ്പോർട്ടുമാണ്. സ്റ്റോക്കിൻ്റെ 1000, 1050, 1100 തുടങ്ങിയ സോണുകളാണ് റെസിസ്റ്റൻസ് സോണുകൾ. രണ്ടാമത്തെ അപ്ഡേറ്റ് IEXുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും IEX എന്ന സ്റ്റോക്ക് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും 2% ഉയർന്ന് 216 രൂപ 218 രൂപ വരെ എത്തുകയും ചെയ്തു. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആൻറ്റിക് ബ്രോക്കിംഗ് IEXൻ്റെ ടാർഗറ്റ് 219 രൂപയിൽ നിന്നും 262 രൂപയിലേക്ക് ഉയർത്തുകയും ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ആഗസ്റ്റ് മാസത്തെ എനർജി ട്രേഡിംഗിൽ IEX ഇംപ്രസീവ് ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് കാഴ്ചവെച്ചിരുന്നു. കൂടാതെ IEX എന്ന സ്റ്റോക്ക് വളരെ വലിയ കറക്ഷന് ശേഷം സ്റ്റോക്കിൽ വന്ന് ട്രെൻഡ് റിവേഴ്സലിലും സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 6 മാസം കൊണ്ട് 53% റിട്ടേൺ നൽകിയ സ്റ്റോക്ക് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത റിട്ടേൺ നൽകി. ആൻറ്റിക് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റാഷണൽ പരിശോധിച്ചാൽ 2025, 26, 27 ഫിനാൻഷ്യൽ ഇയറിൽ 5%, 6%, 7% ഏണിംഗ് പെർ ഷെയറോടുകൂടിയുള്ള ഗ്രോത്ത് കാഴ്ചവെക്കും എന്നാണ് ആൻറ്റിക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ IEXനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന ചലഞ്ച് അല്ലെങ്കിൽ IEXന് മുകളിലുള്ള ഏറ്റവും പ്രധാന റിസ്ക് മാർക്കറ്റ് കപ്ലിംഗ് ആണ്. വിവിധ പവർ എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി യൂണിറ്റുകൾക്ക് ഏകീകൃത വില നിശ്ചയിക്കുക എന്നതാണ് മാർക്കറ്റ് കപ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് കപ്ലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ചലഞ്ചുകളും ഈ മാർക്കറ്റ് കപ്ലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക്കുകളും IEXന് ഗുണകരമായി വരും. അതായത് മാർക്കറ്റ് കപ്ലിംഗ് എത്രത്തോളം വൈകുന്നുവോ അത് IEX എന്ന സ്റ്റോക്കിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഗസ്റ്റ് മാസത്തിലെ ഇലക്ട്രിസിറ്റി ട്രേഡിംഗ് വോളിയത്തിലും IEX മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇലക്ട്രിസിറ്റി ട്രേഡിംഗ് വോളിയം ഇയർ ഓൺ ഇയറിൽ 35.8% വർദ്ധിച്ച് 12,040 മില്യൺ യൂണിറ്റായി മാറി. ഇലക്ട്രിസിറ്റി വോളിയത്തിൽ 17.1% വർധനവ് മന്ത് ടു മന്ത് ഉണ്ടാവുകയും റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റുകളുടെ ട്രേഡിംഗ് 734% ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും സ്റ്റോക്ക് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 27% വർദ്ധിച്ച് 75 കോടിയിൽ നിന്നും 96 കോടിയിലേക്ക് എത്തുകയും ഓപ്പറേഷണൽ റവന്യൂ 18% വർദ്ധിച്ച് 104 കോടിയിൽ നിന്നും 123 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. IEX എന്ന സ്റ്റോക്ക് 200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ സ്റ്റോക്കിനെ കുറിച്ച് പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റോക്ക് ഇപ്പോൾ 216 ട്രേഡ് ചെയ്യുന്നു. 200 രൂപയുടെ സ്റ്റോപ്പ് ലോസ് തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മുമ്പത്തെ പോലെ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള റിസ്ക് ടു റിവാർഡ് റേഷ്യോ അല്ല. 220, 225 തുടങ്ങിയ സോണുകൾ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഈ സോണുകൾ പാസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് 250 വരെ ഉയരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ആഗസ്റ്റ് മാസത്തെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഫണ്ട് ഇൻഫ്ലോയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ലേറ്റസ്റ്റ് ന്യൂസാണ്. ഇവിടെ സ്മോൾ ക്യാപ് ഫണ്ടുകളിലും മിഡ് ക്യാപ് ഫണ്ടുകളിലും അതുപോലെ തന്നെ തീമാറ്റിക് സിസ്റ്റമാറ്റിക് ഫണ്ടുകളിലുമൊക്കെ മികച്ച ഫണ്ട് ഇൻഫ്ലോ കഴിഞ്ഞ 2 വർഷമായി കാണുന്നുണ്ട്. ഇപ്പോൾ ലാർജ് ക്യാപ് ഫണ്ടുകളിലേക്കുമുള്ള ഫണ്ട് ഇൻഫ്ലോ ഉയർന്നിരിക്കുന്നു എന്നാണ് ആഗസ്റ്റ് മാസത്തെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഫണ്ട് ഇൻഫ്ലോ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക.
കഴിഞ്ഞ ജൂലൈ മാസത്തിൽ, അതായത് 2024 ജൂലൈ മാസത്തിൽ 670 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ ആയിരുന്നു ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലേക്ക് അല്ലെങ്കിൽ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വന്നത്. അതിപ്പോൾ 2636 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ മന്ത് ടു മന്ത് 3% വർദ്ധിച്ച് 38,239 കോടിയായി മാറി. കമ്പനികളുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 66.70 ലക്ഷം കോടിയായി ഉയരുകയും ചെയ്തു. സിപ്പുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. സിപ്പുകളുടെ രജിസ്ട്രേഷൻ ഓൾ ടൈം ഹൈയിലേക്ക് എത്തുകയും സിപ്പ് വഴിയുള്ള കോൺട്രിബ്യൂഷൻ 23,574.34 കോടി എന്ന ഓൾ ടൈം ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ തീമാറ്റിക് ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോയിൽ ചെറിയ രീതിയിലുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട്. 18,386 നിന്നും 18,117 കോടിയാണ് തീമാറ്റിക് അല്ലെങ്കിൽ സെക്ടോറൽ ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ ആയി വിലയിരുത്തുന്നത്. സ്മാൾ ക്യാപ് ഫണ്ടുകളിലേക്ക് 3,250 കോടിയുടെയും മിഡ് ക്യാപ് ഫണ്ടുകളിലേക്ക് 3,054 കോടി രൂപയുടെയും ഫണ്ട് ഇൻഫ്ലോ വന്നു. ലാർജ് ക്യാപ് ഫണ്ടുകൾ വളരെ റീസണബിൾ വാല്യൂഷനിൽ ലഭിക്കുന്നതുകൊണ്ട് ലാർജ് ക്യാപ് ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ 670 കോടിയിൽ നിന്നും 2,636 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെ ഫണ്ട് ഇൻഫ്ലോ വർദ്ധിക്കുന്നത് സ്റ്റോക്ക് ബ്രോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്ക് ഏഞ്ചൽ വൺ ആണ്. ഏഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, സീറോദയിൽ നിന്നും പോകുന്ന ആക്റ്റീവ് യൂസേഴ്സ് ഏഞ്ചൽ വണ്ണിലേക്ക് മാറുന്നു എന്നുള്ള മണി കൺട്രോളിൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. ആക്റ്റീവ് യൂസേഴ്സിൻ്റെ എണ്ണത്തിൽ ഏഞ്ചൽ വൺ 3-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഏറ്റവും അധികം ആക്റ്റീവ് യൂസേഴ്സ് ഉള്ളത് ഗ്രോയ്ക്കാണ്. ഏകദേശം 1.2 കോടിക്കടുത്ത് ആക്റ്റീവ് യൂസേഴ്സ് ഗ്രോയ്ക്കുണ്ട്. അതിനുശേഷം സീറോദയ്ക്ക് 79 ലക്ഷം ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. അതേസമയം സീറോദയുടെ ആക്റ്റീവ് യൂസേഴ്സ് കുറയുകയും ഏഞ്ചൽ വണ്ണിൻ്റെ ആക്റ്റീവ് യൂസേഴ്സ് കൂടുകയും ചെയ്യുന്നു. ഏഞ്ചൽ വണ്ണിൻ്റെ ടോട്ടൽ ആക്റ്റീവ് യൂസേഴ്സിൻ്റെ എണ്ണം 71 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളെയാണ് ആക്റ്റീവ് യൂസറായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഫിയേഴ്സ്, ധൻ തുടങ്ങിയ ബ്രോക്കേജ് ഏജൻസികളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പേടിഎം മണിയിലുള്ള ആക്റ്റീവ് യൂസേഴ്സിൻ്റെ എണ്ണം ഇടിയുകയാണ്. അതേസമയം ധൻ എന്ന ബ്രോക്കിംഗ് ആപ്പിലെ ആക്റ്റീവ് യൂസേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഏഞ്ചൽ വൺ വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ട്രെൻഡ് റിവേഴ്സലിന് ശ്രമിക്കുകയാണ്. സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സിഗ്നൽ വന്നെങ്കിലും പിന്നീട് ട്രെൻഡ് റിവേഴ്സലിൻ്റെ ബ്രേക്കൗട്ട് ലെവലിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ 2,050 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2,500 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്